SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷുവാണ് നമുക്കൊപ്പം ഉള്ളത്. ഇപ്പോൾ ഈ പൂക്കോട്ടെ സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരുപാട് ദുരൂഹതകൾ നിലനിൽക്കുമ്പോഴും ഈ ഒരു വിഷയത്തിൽ പ്രതിസ്ഥാനത്തുള്ളത് SFI ആണ്, അല്ലെങ്കിൽ പ്രതികളെ SFI സംരക്ഷിക്കണു എന്നാണ് കോൺഗ്രസിൻ്റെയും BJPയുടെയും നേതാക്കൾ ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണം. ഏറ്റവും ദാരുണമായ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒന്നാണ് പൂക്കോട് വെറ്റിനറി കോളേജിനകത്ത് നടന്ന സിദ്ധാർത്ഥിൻ്റെ മരണം. ഒരു ക്യാമ്പസിനകത്തും ആവർത്തിക്കപ്പെടാൻ വേണ്ടി പാടില്ലാത്ത നിലയിൽ അതിക്രൂരമായിട്ടുള്ള മർദ്ദനം ആ വിദ്യാർത്ഥിക്ക് നേരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. SFIയെ സംബന്ധിച്ച് അത് SFI ചെയ്തു എന്നുള്ളത് ഇപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിൽ ഉൾപ്പെടെ ഉണ്ടായതുപോലെ SFI ആണ് പ്രതിസ്ഥാനത്ത്, അല്ല SFI അല്ല പ്രതിസ്ഥാനത്ത്. അവിടെ പ്രതിപട്ടികയിൽ നിലവിൽ 18ഓളം വിദ്യാർത്ഥികൾ പ്രതിപട്ടികയിലുണ്ട്. അതിൽ 4 പേർ SFI പ്രവർത്തകരായിരുന്നു. അത് ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല. ആ 4 പേരെയും ഈ വിവരം അറിഞ്ഞ ഘട്ടത്തിൽ തന്നെ സംഘടനയിൽ നിന്ന് ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് പുറത്താക്കാനാണ് കഴിയുക. ആ നിലയ്ക്ക് അവരെ പുറത്താക്കുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ ചോദിച്ച പോലെ തന്നെ ഇതിനകത്ത് ഒരാളെയും സംരക്ഷിക്കുന്ന നില SFIയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല. മുഴുവൻ ആളുകളും ശിക്ഷിക്കപ്പെടണം. കർശനമായിട്ടുള്ള നിയമ നടപടി ഇവർക്കെതിരെ ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. എന്നാൽ ഇത് SFI ആണ്, SFI ആസൂത്രണം ചെയ്ത് നടത്തിയ ഒന്നാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി, അങ്ങനെ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ വലിയ ശ്രമം കോൺഗ്രസിൻ്റെയും BJPയുടെ ഒക്കെ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് തികച്ചും രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. ഈ ഒരു ദാരുണ സംഭവത്തെ, ഈ മരണത്തെ എങ്ങനെ ഒരു രാഷ്ട്രീയ നേട്ടം കൊയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടൂളാക്കി മാറ്റാം എന്നുള്ളതിനെ സംബന്ധിച്ചാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെയും BJPയുടെയും നേതൃത്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തെറ്റായിട്ടുള്ളതാണ്. അത് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടും. SFI എന്ന സംഘടനയെ ഇതിൻ്റെ പേരിൽ അങ്ങ് ഇല്ലാതാക്കി കളയാമെന്നുള്ള നിലയിലുള്ള ശ്രമങ്ങളുമായി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിന് SFIയുടെ ജീവൻ എടുക്കാം എന്നുള്ള നിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞങ്ങളതിനെ പ്രതിരോധിക്കും. കാരണം SFI ആഗ്രഹിക്കുന്ന നിലയിലല്ല ഈ 4 ആളുകൾ പ്രവർത്തിച്ചിട്ടുള്ളത്. കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന റാഗിംഗ് ഉൾപ്പെടെയുള്ള അരാജക പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനയാണ് SFI. അപ്പോൾ സംഘടന ആഗ്രഹിക്കാത്ത നിലയിലുള്ള ഇടപെടൽ ചില പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ആ ഉണ്ടായ ആളുകളെ ഞങ്ങൾ പുറത്താക്കിയിട്ടുണ്ട്. അതിൽ ഭൂരിപക്ഷം വരുന്ന ആളുകളും SFIയുമായി ബന്ധമില്ലാത്ത ആളുകളാണ്. എന്നാൽ ഇത് SFIയിൽ കൊണ്ടുപോയി SFIയുടെ ചുമലിൽ കെട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ചെറുക്കും. ഈ കോളേജിനെ SFI ഒരു രാക്ഷസ കോട്ടയാക്കി തീർത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ SFI ഇനിയെങ്കിലും കേരളത്തിലെ ക്യാമ്പസുകളിൽ അക്രമ രാഷ്ട്രീയം ഉപേക്ഷിക്കണമെന്നാണ് BJPയുടെ നേതാക്കൾ ഉൾപ്പെടെ പറഞ്ഞത്. അല്ല, കേരളത്തിലെ ഒരു ക്യാമ്പസിനെയും SFI ഒരു കോട്ടയുമാക്കി വെച്ചിട്ടില്ല. അത് കേരളത്തിൽ ഏതൊരു ക്യാമ്പസിനകത്തേക്കും ആർക്കും കടന്നു കയറാം, ആർക്കും സംഘടനാ പ്രവർത്തനം നടത്താം. അത് അനുവദിക്കുകയോ അനുവദിക്കാതിരിക്കാനോ ഞങ്ങളാളല്ല. അത് ഓരോ വിദ്യാർത്ഥി സംഘടനയെ സംബന്ധിച്ച് അവർ സംഘടനാ പ്രവർത്തനം നടത്തുന്നില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ കൊണ്ടുവരാൻ വേണ്ടി കഴിയില്ല. 1. 2, കേരളത്തിലെ ക്യാമ്പസുകളുടെ ചരിത്രം അറിയുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് ആരാണ് അക്രമ രാഷ്ട്രീയത്തിൻ്റെ വിത്ത് പാകിയതെന്നും അത് മുളപ്പിച്ചതെന്നും. ഇന്നോളം കേരളത്തിലെ ക്യാമ്പസിനകത്തൊരു വിദ്യാർത്ഥിയെയും സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് SFI കൊലപ്പെടുത്തിയിട്ടില്ല. എന്നാൽ 54 വർഷക്കാലം ഈ നാട്ടിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ കേരളത്തിൽ മാത്രം 35 വിദ്യാർത്ഥികളെയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. ഇങ്ങനെ നഷ്ടപ്പെടുമ്പോഴും തിരിച്ച് ഇതര വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട ഒരാളുടെയും ജീവൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയിട്ടില്ല. അത് ഞങ്ങൾ പോകുകയില്ല, അത് ഞങ്ങളുടെ രാഷ്ട്രീയമാണ്. അപ്പോൾ ഞങ്ങൾ ഒരു ഘട്ടത്തിലും കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് അക്രമ രാഷ്ട്രീയവുമായി വന്നിട്ടില്ല. ആക്രമിക്കപ്പെട്ടത് അത്രയും ഞങ്ങളാണ്. ആക്രമിക്കപ്പെട്ടത് അത്രയും SFIയുടെ പ്രവർത്തകരാണ്. കഴിഞ്ഞ 54 വർഷത്തെ SFIയുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ അത്രമേൽ ത്യാഗനിർഭരമായ 35ഓളം വരുന്ന സഖാക്കളുടെ ജീവൻ കയ്യിലേക്ക് ഏറ്റുവാങ്ങേണ്ടി വന്ന വിദ്യാർത്ഥി സംഘടനയാണ്. ആ വിദ്യാർത്ഥി സംഘടന അക്രമ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി വലതുപക്ഷ മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ ശ്രമം നടത്തിയിട്ടുണ്ട്. ആ നിലയിലൊരു പൊതുബോധം നിർമ്മിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ച, അല്ലെങ്കിൽ ആ ശ്രമത്തിൻ്റെ അടുത്ത ഘട്ടം എന്നുള്ള നിലയിലാണ് ഈ നിലക്കുള്ള ആരോപണങ്ങൾ. ഒരു ക്യാമ്പസിനകത്തും അക്രമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി SFI തയ്യാറാകില്ല. ഇപ്പോൾ ചർച്ചകളിൽ സജീവമായിക്കൊണ്ടിരിക്കുന്നത് ഈ സിദ്ധാർത്ഥൻ്റെ വീട്ടിന് മുന്നിൽ CPM ഉൾപ്പെടെ വെച്ചിട്ടുള്ള ഒരു ഫ്ലെക്സ് ബോർഡാണ്. സിദ്ധാർത്ഥനെ SFI ആക്കിക്കൊണ്ട് ഈ ഒരു പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തീവ്രത കുറയ്ക്കാൻ SFI നോക്കുന്നു എന്ന രീതിയിലുള്ള ചർച്ചകൾ പുറത്തേക്ക് വരുന്നു. അതിലെന്തെങ്കിലും വസ്തുതകളുണ്ട്? അല്ല, ഇതിനകത്ത് SFI ഒരു ബോർഡും സ്ഥാപിച്ചിട്ടില്ല. അങ്ങനെ ബോർഡ് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് കണ്ടിട്ടില്ല. സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അനുചിതമാണ്, അനവസരത്തിലുള്ളതാണ് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. സിദ്ധാർത്ഥനെ സംബന്ധിച്ച് ക്യാമ്പസിൽ SFIയുടെ സംഘടനാ പ്രവർത്തനത്തിലും സമരപരിപാടികൾക്കകത്തും ഭാഗമായിരുന്ന ആളാണ്. അപ്പോൾ ഇതിനോടകം തന്നെ ഇന്ന് വൈകുന്നേരം മുതൽ പല ഫോട്ടോഗ്രാഫ്സ് ഉൾപ്പെടെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികളുമായി സംസാരിക്കുന്ന ഘട്ടത്തിൽ SFIയുടെ പരിപാടികൾക്കകത്ത് പങ്കെടുക്കുന്ന, കഴിഞ്ഞ വർഷം 1ാം വർഷ വിദ്യാർത്ഥിയായിരിക്കുന്ന ഘട്ടത്തിൽ 1ാം വർഷ വിദ്യാർത്ഥി ക്ലാസ് റെപ്രസെൻറ്റേറ്റീവായി യൂണിയൻ നോമിനേറ്റ് ചെയ്തിരുന്നത് സിദ്ധാർത്ഥനെയായിരുന്നു. അങ്ങനെ യൂണിയനാണ്. അത് തെരഞ്ഞെടുപ്പിന് ശേഷമാണ് 1ാം വർഷ വിദ്യാർത്ഥികൾ വന്നത് എന്നുള്ളത് കൊണ്ട് ആ 1ാം വർഷ വിദ്യാർത്ഥികളുടെ പ്രതിനിധിയെ നോമിനേറ്റ് ചെയ്യേണ്ടുന്നത് നിലവിൽ തെരഞ്ഞെടുക്കപ്പെട്ട യൂണിയനാണ്. അങ്ങനെ യൂണിയൻ നോമിനേറ്റ് ചെയ്ത ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് സിദ്ധാർത്ഥായിരുന്നു.
SFIയുടെ പ്രവർത്തനങ്ങൾക്കകത്ത് അതിനുശേഷം ഉണ്ടായിരുന്നു. SFIയുടെയും യൂണിയൻ്റെയും പ്രവർത്തനങ്ങൾക്കകത്തുള്ള പ്രധാനപ്പെട്ട ഫോട്ടോഗ്രാഫർമാരിൽ ഒരാൾ ക്യാമ്പസിനകത്ത് സിദ്ധാർത്ഥായിരുന്നു എന്നുള്ളതാണ് കുട്ടികൾ പറയുന്നത്. അങ്ങനെ പഠനത്തോടൊപ്പം തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങൾക്കകത്തും സജീവമായിരുന്ന ആളാണ്. ഞങ്ങളങ്ങനെ SFI ആണ്, സിദ്ധാർത്ഥ SFI ആണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് ഇതിൻ്റെ ഗൗരവം കുറയ്ക്കുക അങ്ങനെയുള്ള ഒരു ഇടപെടലിലും ഞങ്ങൾ ഈ ഘട്ടം വരെ തയ്യാറായിട്ടില്ല. ഇതിനകത്തുള്ള വസ്തുത, ഇത് SFI എന്നുള്ള ടാഗിൻ്റെ നടുക്കുണ്ടാകണമെന്നുള്ള നിർബന്ധമാണ് ചില ആളുകൾക്ക്. എന്നാൽ അവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്, എന്താണ് നടന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണമാണ് നടക്കേണ്ടത്. ഇന്നിപ്പോൾ രാവിലെ KC വേണുഗോപാൽ ഉൾപ്പെടെ പറഞ്ഞത് SFIയിൽ അംഗത്വം എടുക്കാത്തതിൻ്റെ പേരിൽ SFIക്കാർ കൊലപ്പെടുത്തിയതാണ് സിദ്ധാർത്ഥൻ. ഇങ്ങനെ പല കെട്ടുകഥകൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണ്ടത് വസ്തുതയാണല്ലോ. എന്താണ് വസ്തുത എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണം ഏറ്റവും പ്രോപ്പറായി നടക്കേണ്ടതായിട്ടുണ്ട്. ആരാണ് സിദ്ധാർത്ഥിനെ വിളിച്ചു വരുത്തിയത്, എന്തു പറഞ്ഞാണ് വിളിച്ചു വരുത്തിയത്, ആരൊക്കെ ചേർന്നാണ് ആക്രമിച്ചത്, എന്താണ് ചെയ്തത് എന്നുള്ളതിനെ സംബന്ധിച്ച് ആരൊക്കെ കണ്ടു നിന്നു ഒക്കെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പുറത്തേക്ക് വരേണ്ടതാണ്. അതങ്ങനെ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉൾപ്പെടെ നിലവിൽ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർ അന്വേഷിച്ച് പുറത്തു വരട്ടെ, മുഴുവൻ കുറ്റക്കാരും ശിക്ഷിക്കപ്പെടട്ടെ എന്നുള്ളതാണ്. ഈ മരണത്തെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഒരു പൊളിറ്റിക്കൽ ടൂളാക്കി മാറ്റുന്നത് ശരിയല്ല എന്നുള്ളതാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.